കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെയാണ് ഏറ്റവും കൂടുതൽ ഹൃദയാഘാതമായിട്ട് മരണപ്പെടുന്നത്. പക്ഷെ മറ്റു രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരു 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ഹൃദയാഘാതം വരുന്നത്. അതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. അതായത് ഈ ഒരു ജനറേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഏറ്റവും ഭയക്കുന്ന ഒന്നാണ് ഹൃദയാഘാതം. ചിലപ്പോൾ ഒരാൾ മരണപ്പെട്ടു പോയതിന് ശേഷമായിരിക്കും അവർക്ക് ഹൃദയത്തിന് കംപ്ലയിൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് ഈ ഒരു ഹൃദയാഘാതത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങളെന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെയാണ് ഏറ്റവും കൂടുതൽ ഹൃദയാഘാതമായിട്ട് മരണപ്പെടുന്നത്. പക്ഷെ മറ്റു രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരു 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ഹൃദയാഘാതം വരുന്നത്. അതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. അതായത് ഈ ഒരു ജനറേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ഭക്ഷണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നമ്മുടെ മധുരം, അതേപോലെ തന്നെ കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ, അധികം സ്പൈസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഓവറായിട്ടുള്ള ഓയിൽസ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, അതും ഒരു പ്രോപ്പർ ടൈമിംഗ് ഇല്ലാതെ ചിലപ്പം രാത്രി ഒരു 10 മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും കഴിക്കുന്നുണ്ടാവുക. രാവിലെ കൃത്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇപ്പം ബ്രേക്ക് ടൈം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ലഞ്ചിൻ്റെ ടൈം നോക്കുകയാണെങ്കിലും കൃത്യമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല. ഒരു വേവി മോഷൻസ് അല്ലെങ്കിൽ ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. നമ്മൾ ഇത്തരം ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുത്തിട്ടും കൃത്യമായിട്ട് നമ്മൾ വ്യായാമം ചെയ്തിട്ടില്ലെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ കാണപ്പെടാം. അത് പതിയെയാണ് നമ്മുടെ ശരീരത്തിൽ ലക്ഷണങ്ങളാക്കി കാണപ്പെടുന്നത്. തുടക്കത്തിൽ ചിലപ്പം ചെറിയൊരു കിതപ്പ് പോലെയോ അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് പോലെയൊക്കെ ആയിരിക്കും കാണപ്പെടുക. പക്ഷെ സഡൻ ആയിരിക്കും നമുക്ക് ആ ഒരു അറ്റാക്ക് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. പ്രധാനമായിട്ടും ഒരു ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട്, നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട്, എസ്പെഷ്യലി ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഭാരം കെട്ടിവെച്ചൊരു ഫീലിംഗ് ഉണ്ടാവുന്നു. ഒരു ഹെവിനെസ് ഫീലിംഗ് അനുഭവപ്പെടുന്നു. അത് ചിലപ്പം ആ ഒരു ഹെവിനെസ്സും അതോടൊപ്പം തന്നെ ഒരു വേദന അനുഭവപ്പെടാറുണ്ട്. ഒരു ഡൾ ഏക്കിംഗ് വേദന അനുഭവപ്പെടാറുണ്ട്. ആ വേദന നമ്മുടെ ശരീരം മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് നടക്കുമ്പോഴൊക്കെ വർദ്ധിക്കാറുണ്ട്. പക്ഷെ നമ്മളൊന്ന് ഇരുന്ന് കഴിഞ്ഞാലോ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാലോ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ വേദന കുറയാറുണ്ട്. ചില ആളുകൾ ആ വേദന കൈകളിലേക്ക് ഇറങ്ങി വരാറുണ്ട്. ചില കേസസിൽ എസ്പെഷ്യലി ലെഫ്റ്റ് സൈഡിലേക്ക് റേഡിയേറ്റ് ചെയ്യാറുണ്ട്. ആൻജൈന എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ പാൽപിറ്റേഷൻ കൂടി വരുന്നു. ജസ്റ്റ് ഒരു 2 സ്റ്റെപ്പ് നടക്കുമ്പോൾ, നമ്മൾ യൂഷ്വലി നടക്കുന്നതിനേക്കാളും കൂടുതൽ എക്സസൈസ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹൃദയമിടിപ്പ് വരുന്നു. അത് ത്രൂ ഔട്ട് ആ ഒരു ഡേ തന്നെ നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതേപോലെ തന്നെ സ്വെറ്റിങ്, ശരീരം നന്നായിട്ട് വേർക്കുന്നു. ചിലപ്പം ഒരു കാരണമില്ലാതെ ആയിരിക്കാം. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ, അതായത് പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ഒരു സിംറ്റംസ് എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ ഇംബാലൻസ്, എസ്പെഷ്യലി ലോ ഡെൻസിറ്റി ലിപ്രോപ്രോട്ടീൻസ്, അതായത് ബാഡ് കൊളസ്ട്രോൾ, ഇതിൻ്റെ ഒരു ഇംബാലൻസ് കാരണമാണ് നമ്മുടെ ആ ഒരു ബ്ലഡ് വെസൽസ് ബ്ലോക്ക് ആവുന്നത് അല്ലെങ്കിൽ അവിടെ പോയിട്ട് അത് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്, ബ്ലഡ് വെസൽസിൻ്റെ ആ ഒരു ഇലാസ്റ്റിറ്റി നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ എക്സ്റ്റേണൽ സൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുറത്ത് നമുക്ക് കാണപ്പെടുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് പ്രായമായിട്ടുള്ള ആളുകളിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഒരു 40-50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലും പുരുഷന്മാരിലാണ് ഏറ്റവും അധികം കാണപ്പെടുന്നത്. അതിൻ്റെ ഒരു മെയിൻ സൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കണ്ണിനും അതേപോലെ തന്നെ മൂക്കിൻ്റെ ഈ ഒരു ഏരിയ, ഈ ഒരു ജംഗ്ഷനിലായിട്ട് ഒരു യെല്ലോയിഷ് ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഡിപ്പോസിഷൻ, ഒരു മഞ്ഞ കളറിലായിട്ട് ഈ തൊലി ഇങ്ങനെ നിവർന്നിരിക്കുന്ന അല്ലെങ്കിൽ തൊലീൻ്റെ മുകളിൽ നിന്ന് ഒരു എക്സ്ട്രാ ഒരു വളർച്ച വരുന്നത്, അതിനെയാണ് സാന്തലിസ്മ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സൈൻ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യേണ്ടതാണ്. അതിൻ്റെ അകത്ത് LDL കൊളസ്ട്രോൾ മെയിനായിട്ട് നോക്കുക, HDL കൊളസ്ട്രോൾ കുറഞ്ഞിട്ടുണ്ടോ നോക്കുക, അതേപോലെ തന്നെ VLDL, ട്രൈഗ്ലിസറൈഡ്, ടോട്ടൽ കൊളസ്ട്രോൾ,
ഈ ഒരു 5 കോമ്പണൻസ് അതിൽ കൃത്യമായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഈ ഒരു സൈനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എക്സ്റ്റേണൽ സൈൻ എന്ന് പറയുന്നത് യൂഷ്വലി പ്രായമായിട്ടുള്ള ആളുകളിലാണ്, 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളിലാണ് ഈ ഒരു സൈൻ കാണപ്പെടുന്നത്. പക്ഷേ ഹൃദയാഘാതത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ലക്ഷണം അല്ലെങ്കിൽ തുടക്കത്തിലുള്ള ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കോർണിയൽ അർക്കസ്, അതായത് നമ്മുടെ ഈ ഒരു കോർണിയയ്ക്ക് ചുറ്റുമായിട്ട് ഒരു വൈറ്റിഷ് ഡിപ്പോസിഷൻ കാണപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു വൈറ്റ് പാളി പോലെ നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ വൈറ്റ് കോർണിയസിന് ചുറ്റുമായിട്ട് കാണപ്പെടുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഏജ് കഴിഞ്ഞിട്ടുള്ള ആളുകളിൽ നോർമലി കാണപ്പെടുന്നത്. പക്ഷേ തുടക്കം മുതലേ നമുക്കൊരു 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അപ്പോൾ കാണപ്പെടുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഹൃദയത്തിൻ്റെ ഫങ്ഷനിങ് കറക്റ്റ് അല്ല എന്ന്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മുട്ടും അതേപോലെ തന്നെ ഹീൽ ഉപ്പൂറ്റീൻ്റെ ഭാഗമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ജോയിൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ബോൺ ഉണ്ട്, ടിബിയ എന്ന് പറയുന്നു. ആ ഒരു ഫ്രണ്ട് റീജിയണിലുള്ള ആ ഒരു ടിബിയ അല്ലെങ്കിൽ ഷിൻ ഓഫ് ടിബിയ എന്ന് പറയുന്നു, ഷിൻ ബോൺ എന്നാണ് മെഡിക്കലി പറയാറ്. ആ ഒരു ഷിൻ ബോണിന് വേദന അനുഭവപ്പെടുന്നു. നമുക്കൊരു വീഴ്ച സംഭവിച്ചാൽ നമുക്ക് വേദന അനുഭവപ്പെടാം, പക്ഷെ വീഴ്ചയൊന്നും ഇല്ലാതെ നമുക്കൊരു പ്രായം എത്തുന്നതിൻ്റെ മുന്നേ ആയിട്ട് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു ഫങ്ഷനിങ് ഇംപ്രോപ്പർ ആണെന്ന്. അതേപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഹെയർ ലോസ് ആയി പോകുന്നു, അല്ലെങ്കിൽ രോമങ്ങൾ പൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് ആംഗിൾ എഡിമ അല്ലെങ്കിൽ കണങ്കാലിന് ചുറ്റും നീര് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. എസ്പെഷ്യലി വൈകുന്നേരങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത്. ചിലപ്പം കുറേ നേരം ഇരുന്ന് ജോലി ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ കുറേ നേരം നമ്മൾ നിന്ന് ജോലി ചെയ്തിട്ടാവാം. പക്ഷേ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളുകളിലൊക്കെ ഈ ഒരു നീര് കണ്ടിന്യൂസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ECG എടുക്കണം, അതേപോലെ തന്നെ ഒരു എക്കോ എടുക്കേണ്ടതാണ്. അതാണ് ആംഗിൾ എഡിമ എന്ന് പറയുന്നത്. ഈ ഒരു ആംഗിൾ എഡിമ ഈ ഒരു ഹൃദയാഘാതത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രം കൊണ്ടല്ല, പല രീതിയിലുള്ള പ്രശ്നങ്ങളാവാം. അതായത് വെരിക്കോസിറ്റീൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടും കാണപ്പെടാം. എന്തായാലും നിങ്ങളൊരു ECGയും അതേപോലെ തന്നെ എക്കോവും എടുക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എക്സ്റ്റേണൽ സയൻസ് എന്ന് പറയുന്നത് ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ. നിങ്ങൾക്ക് യൂറിൻ അല്ലെങ്കിൽ മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ഇത് പുരുഷന്മാരിലാണ് ഏറ്റവും അധികം വർദ്ധിച്ചു വരുന്നത്. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഹൃദയാഘാതത്തെ അല്ലെങ്കിൽ ഹൃദയത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റീസൺസ് എന്ന് പറയുന്നത് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും നീർക്കെട്ട്, ബിനൈൻ പ്രോസ്ട്രേറ്റിക് ഹൈപ്പർട്രോഫി പോലത്തെ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരം മൂത്രശങ്കയുടെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള പ്രശ്നങ്ങളും മൂത്രം കൃത്യമായിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ഒരു മൂത്രം പോകുമ്പോൾ ആയാലും ഒരു വീക്ക് സ്ട്രീം ഓഫ് യൂറിൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു അബ്ഡോമിനൽ സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിക്കാണോ അല്ലെങ്കിൽ കിഡ്നി പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരം എക്സ്റ്റേണൽ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് നമ്മുടെ ഹൃദയം എത്രത്തോളം ഫങ്ഷനിങ് ആണ് അല്ലെങ്കിൽ ഒരു ഇംപ്രോപ്പർ ആണോ എന്ന് അറിയാൻ പറ്റുന്നത്. ഇതിനാദ്യം തന്നെ നിങ്ങൾക്ക് ഇത്തരം സിംറ്റംസ് കാണുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. അതായത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ്, അതായത് LDL, HDL, ട്രൈഗ്ലിസറൈഡ്, ടോട്ടൽ കൊളസ്ട്രോൾ ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും HDL കൊളസ്ട്രോൾ കൂട്ടാൻ നിങ്ങൾ ശ്രമിക്കുക. അതായത് നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ ശ്രമിക്കുക. നല്ല കൊളസ്ട്രോൾ എന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് ആണ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു, നമ്മുടെ സ്കിന്നിനെ ആ ഒരു ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്നു. അപ്പം നമ്മുടെ ഡയറ്റിലായാലും ഒരു ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അതിൽ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് omega-3 ഫാറ്റി ആസിഡ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ? ചെറിയ മത്സ്യങ്ങൾ, അയല, മത്തി, നെത്തോലി പോലത്തെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എടുക്കാം, വെജിറ്റബിൾസും എടുക്കാം. നട്ട്സ് ഐറ്റംസിലും ഇത്തരം ഗുഡ് കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക, അതായത് ഗുഡ് കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക.
അതേപോലെ തന്നെ നിങ്ങളൊരു ചെസ്റ്റിൻ്റെ എക്സ്റേ എടുക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും നീർക്കെട്ടിൻ്റെ പ്രശ്നമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചില ആളുകൾ പറയും ഈ ഒരു റിബ്സിൻ്റെ അവിടെയൊക്കെ ആയിട്ട് വേദന അനുഭവപ്പെടാറുണ്ട്, തൊട്ട് നോക്കുമ്പോൾ ഒരു വേദന ഫീൽ ചെയ്യാറുണ്ട്, കോസ്റ്റോകോൺഡ്രൈറ്റിസ് എന്ന് പറയുന്നു. അപ്പോൾ അത്തരം സിംറ്റംസ് നിങ്ങൾക്ക് കാണിക്കുകയാണെങ്കിൽ, ഏർലി സയൻസ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ചെസ്റ്റിൻ്റെ എക്സ്റേ എടുക്കാം. എന്തെങ്കിലും ക്ഷതമാണോ അല്ലെങ്കിൽ നീർക്കെട്ടാണോ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു മെയിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ECG എടുക്കേണ്ടതാണ്. അതിൻ്റെ അകത്ത് P വേവ്സ്, QRS വേവ്സിൻ്റെ ഒക്കെ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ എക്കോ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. ഇപ്പോൾ ECGയിൽ നിന്നും നമുക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് എക്കോ കാർഡിയോഗ്രാം. അത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ, നമ്മുടെ ആ ഒരു പാൽപിറ്റേഷൻസിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആ ഒരു മിടിപ്പിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ കൊറോണറി ആൻജിയോഗ്രാം ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുമ്പം നമ്മളെ ബ്ലഡ് വെസൽസ് എത്രത്തോളം ഫങ്ഷനിങ് ആണ് അല്ലെങ്കിൽ നമ്മളെ ഹൃദയത്തിലേക്ക് കൃത്യമായിട്ട് ബ്ലഡ് ഫ്ലോ എത്തുന്നുണ്ടോ എന്നൊക്കെ ഈ ഒരു കൊറോണറി ആൻജിയോഗ്രാം ചെയ്യുന്നതുകൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു മെയിൻ കോസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ഒരു ഇംബാലൻസ് കൊണ്ടാണ് ഇത്തരം ഹൃദയാഘാതത്തിൻ്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് വ്യായാമങ്ങൾ ചെയ്യുക, അതായത് കാർഡിയാക് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റോ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ നടത്തം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ കൃത്യമായ അളവിൽ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ഒരു മിതമായ അളവിൽ കാർബ്സിൻ്റെ അളവ് കുറച്ചിട്ട് പ്രോട്ടീനും ഫൈബറിൻ്റെ അളവും കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. കാർബ്സിൻ്റെ അളവ് നമ്മൾ ഡയറ്റിൽ കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല രീതിയിലുള്ള ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക. നമ്മുടെ പ്രമേഹം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മളെ പ്രഷർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മൈഗ്രെയിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലോ നമുക്ക് ഈ ഒരു കാർബ്സിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം അസുഖങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ പ്രോട്ടീൻസിൻ്റെ ഇൻടേക്ക് കൂട്ടാൻ ശ്രമിക്കുക. ഒരു എക്സെപ്ഷൻ കേസ് നോക്കുകയാണെങ്കിൽ ക്രിയാറ്റിനിൻ പേഷ്യൻസും അതേപോലെ തന്നെ യൂറിക് ആസിഡ് കൂടിയിട്ടുള്ള പേഷ്യൻസും ഒക്കെ ആണെങ്കിൽ അവർ പ്രോട്ടീൻസിൻ്റെ അളവ് കഴിവതും ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. അതേപോലെ വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാം. വിറ്റമിൻ C അടങ്ങിയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ചെറിയ ബെറീസ്, നെല്ലിക്ക, ബ്ലൂബെറി, ഗ്രാൻബെറി പോലത്തെ അല്ലെങ്കിൽ സ്ട്രോബെറി പോലത്തെ ബെറീസ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ ആ ഒരു ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ രക്തക്കുഴലിൻ്റെ ഫങ്ഷനിങ് കറക്റ്റാക്കുന്നു, കൃത്യമായിട്ടുള്ള ബ്ലഡ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ടൊമാറ്റോ ഉൾപ്പെടുത്തേണ്ടതാണ്. ടൊമാറ്റോൻ്റെ അകത്ത് ലൈക്കോപ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ് ഉണ്ട്. ഇത് ആ ഒരു ശരീരത്തിലെ നീർക്കെട്ടിനെ കുറയ്ക്കാവുന്നതാണ്. ഡെയിലി ഒരു ടൊമാറ്റോ നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരത്തിലെ LDL കൊളസ്ട്രോള് കൂടിക്കഴിഞ്ഞാലാണ് നമ്മളെ ബ്ലഡ് വെസൽസ് ഡാമേജ് ആവുന്നത് അല്ലെങ്കിൽ നമുക്ക് ഹൃദയാഘാതത്തിൻ്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ ശരീരത്തിൽ LDL കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അതായത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങളും നട്ട്സ് ഐറ്റംസും എടുക്കാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ഉള്ളി ഉൾപ്പെടുത്തേണ്ടതാണ്. ഡെയിലി ഒരു 100 ഗ്രാം ഉള്ളി നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഉള്ളീൻ്റെ അകത്ത് സൾഫർ കണ്ടന്റ് ഉണ്ട്, അതായത് ഓർഗാനിക് സൾഫർ കണ്ടന്റ് ഉണ്ട്. ഇത് ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. മറ്റൊരു മെയിൻ ഫ്രൂട്ടാണ് മാതള നാരങ്ങ, അതായത് പൊമോഗ്രാനൈറ്റ് എന്ന് പറയുന്നു. ഇതും നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ശരീരത്തിലെ ആ ഒരു HDL കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടാൻ സഹായിക്കുന്നതാണ്. ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആക്കുകയും ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ആ ഒരു രക്തധമനികൾ കൃത്യമായിട്ടുള്ള ആ ഒരു ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ലൈഫിൽ ഒരു ചിട്ടയായിട്ടുള്ള ഒരു പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധ അസുഖങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു പാത്വേ ആണ് നമുക്ക് പല പ്രശ്നങ്ങളും ലീഡ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നമ്മുടെ ജലാംശം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ നമ്മുടെ ആ ഒരു ഹാർട്ട് മസിൽസിനും അതേപോലെ സ്കിന്നിനും മസിൽസിനും എല്ലാത്തിനും നമുക്ക് ജലാംശം അത്യാവശ്യമാണ്. ഡെയിലി ഒരു 8 to 10 ഗ്ലാസ് വെള്ളം ഡെയിലി കുടിക്കാൻ ശ്രമിക്കുക. ഭക്ഷണത്തിൻ്റെ മുൻപായിട്ടും അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷമായിട്ടും കുടിക്കാൻ ശ്രമിക്കുക. ഉറക്കം എല്ലാത്തിൻ്റെയും ആധാരമാണ്. ഒരു 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ കൃത്യമായിട്ട് ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധ അസുഖങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്